നമസ്കാരം. സ്റ്റാർ വൺ വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. തലേദിവസം രാത്രിയിലാണ് അതിരാവിലെ 3 മണിക്ക് ഒരു യാത്ര പോകാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. തെങ്കാശിയിലൂടെ യാത്ര ചെയ്യുമ്പോഴെല്ലാം പുളിയറ എന്ന ഈ സ്ഥലം ശ്രദ്ധിക്കാറുണ്ട്. മനോഹരമായ പുളിയറയിലെ കാഴ്ചകൾ ഏതെങ്കിലും വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്ന് തോന്നാറുണ്ട്. ഈ വീഡിയോയിൽ ആയിക്കോട്ടെ എന്ന് കരുതി. പുളിയറയിലെ കാഴ്ചകൾ കണ്ട് ഈ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോഴെല്ലാം പുളിയറ കഴിഞ്ഞുള്ള ഹരിഹരൻ എന്ന വെജിറ്റേറിയൻ ഹോട്ടലിലാണ് ഞങ്ങൾ പ്രാതൽ കഴിക്കാറുള്ളത്. മനസ്സിനിണങ്ങിയ രുചിയുള്ള ഭക്ഷണം ഈ ഹരിഹരൻ ഹോട്ടലിൽ നിന്നും കഴിച്ചിട്ടാണ് പോകുന്നത്. മിക്കവാറും ഞങ്ങൾ വരുന്ന ദിവസങ്ങളിലെല്ലാം ആദ്യത്തെ കസ്റ്റമർ ഞങ്ങളാകാറുണ്ട്. ഇവിടെ ഇരുന്നാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത് ആദ്യം എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. ഇവിടുത്തെ നല്ല ചൂടുള്ള നെയ് റോസ്റ്റും വടയും ഞങ്ങളെല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. നല്ല വൃത്തിയും വെടുപ്പുമുള്ള അന്തരീക്ഷം. ഭക്ഷണത്തിൻ്റെ രുചിക്കൊപ്പം ഈ അന്തരീക്ഷം കൂടിയാകുമ്പോൾ ഭക്ഷണത്തിൻ്റെ രുചി കൂടും. തുറന്നു കിടക്കുന്ന ജാലകത്തിലൂടെ വീശിയടിക്കുന്ന പുളിയറയിലെ കുളിർക്കാറ്റും കൂടിയാകുമ്പോൾ ഒരു വല്ലാത്ത ഒരു ഫീലാണ്. അങ്ങനെ ഇന്നത്തെ യാത്രയെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടെ ഞങ്ങളുടെ ഇഷ്ടവിഭവമായ നെയ് റോസ്റ്റും വടയും എത്തി. നല്ല സ്വാദിഷ്ടമായ പ്രാതലൊക്കെ കഴിച്ച് ഞങ്ങളുടെ യാത്ര തുടർന്നു. അതിരാവിലെ ആയതിനാൽ റോഡിൽ തിരക്കില്ല. ഞങ്ങളുടെ ലക്ഷ്യം തൂത്തുക്കുടിയിലെ കലുകുമലയിലേക്കാണ്. വളരെ യാദൃച്ഛികമായിട്ടാണ് കലുകുമലയെക്കുറിച്ച് അറിഞ്ഞത്. 4-5 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു. കന്യാകുമാരി ജില്ലയിലെ ചിതറാളെന്ന ജെയിൻ ടെമ്പിൾ സന്ദർശിച്ചപ്പോഴാണ് അവിടെ വന്ന ഒരാളിൽ നിന്നും ഈ സ്ഥലത്തെക്കുറിച്ച് അറിഞ്ഞത്. അന്നേ തീരുമാനിച്ചിരുന്നു കലുകുമലയിൽ പോകണമെന്ന്. കലുകുമലയിലേക്ക് തെങ്കാശിയിൽ നിന്നും 59 കിലോമീറ്ററും കോവിൽപ്പട്ടിയിൽ നിന്നും 22 കിലോമീറ്ററുമാണ് ദൂരം. ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനമായ കലുകുമലയിൽ എത്തിച്ചേർന്നു. കലുകുമല എന്നാണോ കഴുകുമല എന്നാണോ ശരിയായ പേരെന്നറിയില്ല. 8 മണിയായപ്പോഴേക്കും നല്ല ചൂടാണ്. കലുകുമലയിലെ ഞങ്ങളുടെ ലക്ഷ്യം തന്നെ വെട്ടുവാൻ കോവിലാണ്. തെങ്കാശിയിൽ നിന്നും കോവിൽപ്പട്ടിയിലേക്കുള്ള പ്രധാന വ്യാപാരപാതയിലെ കലുകുമല പഞ്ചായത്തിലെ ഒരു പാറയുടെ മുകളിൽ താഴോട്ട് കൊത്തിയെടുത്ത ഒരു പുരാതന ക്ഷേത്രമാണ് വെട്ടുവാൻ കോവിൽ. നല്ല ചൂടിൽ നിന്നും വെട്ടുവാൻ കോവിലേക്കുള്ള പ്രവേശന കവാടം തണൽ വിരിച്ച പാർക്കിലൂടെ ആയതിനാൽ അല്പം ആശ്വാസം. കഴുകുമലയിലെയും പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള അടുത്തുള്ള സ്ഥലത്തിലേക്കുമുള്ള ദൂരം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുരാവസ്തു വകുപ്പിന്റെ വെട്ടുവാൻ കോവിലിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം ഇവിടെയുണ്ട്. തമിഴ്നാട് സർക്കാരിന്റെ പുരാവസ്തു വകുപ്പിന്റെ കീഴിൽ സംരക്ഷിത സ്മാരകമായി പരിപാലിക്കുന്നു. വെട്ടുവാൻ കോവിലിൽ പോകുന്നവർ കുടിവെള്ളം കൂടെ കരുതുന്നത് നന്നായിരിക്കും. അതിരാവിലെയോ വൈകുന്നേരമോ വന്നാൽ അത്രയും നന്ന്. മഴയുള്ള സമയത്താണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്നതാണ് എൻ്റെ കാഴ്ചപ്പാട്. ജെയിൻ ദർശൻ എന്ന് വലത്തോട്ട് ദിശാസൂചകം കണ്ടു. ഒരു നിമിഷം എങ്ങോട്ടാണ് ലക്ഷ്യസ്ഥാനമായ വെട്ടുവാൻ കോവിലേക്ക് ഉള്ള വഴിയെന്ന് സംശയിച്ചു. ഈ ചേട്ടൻ നേരെ മുകളിലാണെന്ന് പറഞ്ഞു. മുകളിലേക്കുള്ള യാത്രയ്ക്കിടെ തെക്കിൻ്റെ എല്ലോറ എന്നറിയപ്പെടുന്ന വെട്ടുവാൻ കോവിലിനെ കുറിച്ചൊന്ന് അറിയാൻ ശ്രമിക്കാം. കഥകൾ പലതുണ്ടെങ്കിലും ആ കഥകൾക്ക് ചരിത്രവുമായി ഏറെ അടുപ്പമുണ്ട്. ദക്ഷിണേന്ത്യൻ വാസ്തുവിദ്യാ കെട്ടിടങ്ങളിൽ ഈ കലുകുമലയിലെ ഏകശിലാക്ഷേത്രമായ വെട്ടുവാൻ കോവിൽ ഏറെ അറിയാനുള്ളതാണ്. എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രവും മഹാബലിപുരത്തെ പഞ്ചരഥങ്ങളും പോലെ ശില്പികളുടെ പർദീസയാണ് വെട്ടുവാൻ കോവിൽ. ആയാസരഹിതമായ യാത്രയാണെങ്കിലും നല്ല ചൂട് കാരണം ഏറെ ക്ഷീണിച്ചു നമ്മളെല്ലാവരും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കാഴ്ചയുടെ ലോകത്തേക്കാണ് ചെന്ന് കയറിയതെന്ന് തിരിച്ചറിഞ്ഞത് ഇവിടെ എത്തിയപ്പോഴാണ്. അക്കാദമികമായ താല്പര്യമുള്ള യാത്രയ്ക്ക് മുന്നേ വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ ഞങ്ങൾ നടത്താറുണ്ടെങ്കിലും കലുകുമലയോട് അങ്ങനെ ഒരു താല്പര്യവുമായല്ല സമീപിച്ചത് എന്നതിൽ കുറ്റബോധം തോന്നി. വേണ്ടത്ര അറിവുണ്ടെങ്കിൽ മാത്രമേ ഈ ഒറ്റക്കല്ലിൽ തീർത്ത ശില്പങ്ങളെ അടുത്തറിയാനും കാഴ്ചകളൊന്നും നഷ്ടപ്പെടാതിരിക്കുവാനും സാധിക്കൂ എന്നതാണ് വസ്തുത. ഈ ഗ്രാമം പ്രാചീന കാലത്ത് അരൈമല എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആദ്യകാല പാണ്ഡ്യരാജാവായ പരന്തകൻ നെടുഞ്ചേടയന്റെ നേതൃത്വത്തിലാണ് വെട്ടുവാൻ കോവിൽ കുഴിച്ചെടുത്തത്. എന്നാൽ
ശില്പിയെക്കുറിച്ച് ഒരു നിന്ദ്യയല്ലാതെ ഈ ഏകശിലാ നിർമ്മിതിയെക്കുറിച്ച് ചരിത്രപരമായ വിവരങ്ങൾ ലഭ്യമല്ല. ഒരച്ഛനും മകനും ചേർന്നാണ് ഈ ഏകശിലാ ക്ഷേത്രം കുഴിച്ചെടുത്തതെന്ന് പറയപ്പെടുന്നു. മകൻ മുകളിൽ നിന്നും ശില്പങ്ങൾ കൊത്തുപണി നടത്തി എല്ലാ ശില്പങ്ങളും പൂർത്തിയാക്കാൻ സാധിക്കുകയും അതേസമയം അച്ഛന് താഴത്തെ കൊത്തുപണികൾ പൂർത്തിയാക്കാൻ സാധിച്ചില്ല. തുടർന്ന് ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ മകന്റെ കൊലപാതകത്തിൽ കലാശിച്ചു. ഈ ജനപ്രിയ കഥയ്ക്കപ്പുറം അപൂർണമായ സൃഷ്ടിയുടെ കാരണം ഒരുപക്ഷെ മറ്റൊന്നായിരിക്കാം. ഏകശില എന്ന അർത്ഥം വരുന്ന ഈ മോണോലിത്ത് ക്ഷേത്രം താഴത്തെ ഭാഗം പൂർത്തിയാക്കാതെ കിടക്കുമ്പോൾ മുകൾ ഭാഗം മനോഹരമായ ശില്പങ്ങളാൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. മുകളിൽ നിന്നും 7.5 മീറ്റർ താഴ്ചയിലേക്കാണ് ഈ ക്ഷേത്രം കൊത്തിയെടുത്തിരിക്കുന്നത്. പ്രധാന നിർമ്മിതിക്ക് ചുറ്റും ഒരു നടപ്പാതയുമുണ്ട്. കാഞ്ചീപുരത്തെ കൈലാസനാഥ ക്ഷേത്രത്തിൻ്റെയും വിരൂപാക്ഷ ക്ഷേത്രത്തിൻ്റെയും സങ്കല്പത്തിലും വാസ്തുവിദ്യാ ശൈലിയിലും വെട്ടുവാൻ കോവിലിന് ഏറെ സാമ്യമുണ്ട്. അതുകൊണ്ട് തന്നെ സവിശേഷമായ ഒരു സ്മാരകമായി നിലകൊള്ളുന്നു. ശില്പികളുടെ സ്വർഗം എന്നാണ് വെട്ടുവാൻകോവിൽ തമിഴിൽ അർത്ഥമാകുന്നത്. കൊലയാളിയുടെ ക്ഷേത്രമെന്നും പറയപ്പെടുന്നു. ഈ ശിഖരയുടെ ചതുരാകൃതിയിലുള്ള രൂപത്തിനു ചുറ്റും മനോഹരമായ ഭാവങ്ങളിൽ ഇരിക്കുന്ന ശില്പങ്ങളാൽ സമ്പന്നമാണ്. 122 ശില്പങ്ങളാണ് ഉള്ളത്. ഈ ശിഖരയുടെ മുകൾ ഭാഗത്തുള്ള വിഗ്രഹങ്ങളെല്ലാം ഈ കല്ലിൽ തന്നെ കൊത്തിയെടുത്തതാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. മനോഹരമായ ശില്പങ്ങളെ നമുക്കൊന്ന് നോക്കിക്കാണാം. ഒരു ക്ഷേത്രമായിക്കോട്ടെ, ഒരു കെട്ടിടമായിക്കോട്ടെ, ആധുനിക രീതിയിലുള്ള ടെക്നോളജികൾ ഉപയോഗിച്ച് അടിസ്ഥാനം മുതൽ മുകളിലേക്കാണ് കെട്ടിക്കയറുന്നത്. പക്ഷേ ഒരു പ്ലാനോ ഒരു ആധുനിക ടെക്നോളജിയോ ഇല്ലാതിരുന്ന കാലത്ത് മനസ്സിലുള്ള ആശയങ്ങളെ മാത്രം കണ്ടുകൊണ്ട്, അതായത് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഓരോ വിഗ്രഹവും ഇതിനകത്തുള്ള ശ്രീകോവിൽ അടക്കം മനസ്സിലുള്ള ആശയങ്ങൾ മാത്രം വെച്ച് ഒരു പാറയുടെ മുകളിൽ നിന്നും കൊത്തി നിർമ്മിക്കുക എന്നത് ഏറെ അതിശയകരമാണ്. ആ ഒരു തിരിച്ചറിവാണ് എന്നെ ഇവിടെ എത്തിച്ചത്. എല്ലോറയിലെ കൈലാസനാഥർ ക്ഷേത്രത്തിൻ്റെ അത്ര വലുതല്ലെങ്കിലും തെക്കിൻ്റെ എല്ലോറ എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം കാണേണ്ട ഒന്ന് തന്നെയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ താഴ്വശത്തുള്ള ഭാഗങ്ങളെല്ലാം ഒരുപക്ഷെ പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നു എങ്കിൽ ഒരു മനോഹരമായ സൃഷ്ടിയായി മാറിയനെ. കലുകുമലയിലെ മറ്റു ഭാഗങ്ങളിൽ 8-ാം നൂറ്റാണ്ടിലെ കലുകുമല ജൈന കിടക്കകളും കലുകുമല മുരുകൻ ക്ഷേത്രവുമുണ്ട്. മഴ സമയത്താണ് ഇവിടുത്തെ യാത്രയെങ്കിൽ അത്രയേറെ ഭംഗിയാണ് ഈ ക്ഷേത്രത്തെ കാണാൻ. പൂർത്തിയാകാതെ കിടക്കുന്ന ക്ഷേത്രത്തിൻ്റെ മുൻവശത്തു കൂടിയാണ് പ്രധാന ശ്രീകോവിലേക്ക് കടക്കുക. ശ്രീകോവിലും ഏകശിലയിൽ കൊത്തിയുണ്ടാക്കിയതാണ്. ഗണപതിയാണ് പ്രതിഷ്ഠ. ചൂടിൻ്റെ കാഠിന്യം കൂടുതലാണെങ്കിലും വെട്ടുവാൻകോവിൽ അരികിൽ നിന്നും മുകളിലേക്ക് താഴെ നിന്നും കണ്ട ജൈൻ ദർശൻ ക്ഷേത്രത്തിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. എൻ്റെ കൂടെ വന്നവർ ക്ഷീണിച്ചതിനാൽ അവർ വന്നില്ല. മാത്രവുമല്ല, കരുതി വച്ച കുടിവെള്ളവും തീർന്നു. എന്നിരുന്നാലും കാണുന്ന കാഴ്ചകൾ എനിക്ക് പുതുമയായതിനാൽ കൊച്ചുകുട്ടികളുടെ കൗതുകത്തോടെയാണ് ഞാൻ നോക്കിക്കാണുന്നത്. ജനിച്ചതിനു ശേഷം കാണുന്ന ആദ്യത്തെ കാഴ്ച ആ ലാഘവത്തോടെ ഞാൻ കാണുന്നതിനാൽ ക്ഷീണം മറന്നു. പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ആലിൻ്റെ തണലിലെത്തിയപ്പോൾ അല്പം ആശ്വാസം. മരുഭൂമിയിൽ നിന്നും പെട്ടെന്ന് കാടിലേക്ക് എത്തിയ പ്രതീതി. ക്ഷേത്ര പടവുകളും ക്ഷേത്ര മതിൽക്കെട്ടുമെല്ലാം ചായം പൂശി മനോഹരമാക്കിയിട്ടുണ്ട്.
തമിഴ്നാട് പുരാവസ്തു വകുപ്പിന്റെ ഒരു അറിയിപ്പ് ബോർഡ് ഇവിടെ ഉണ്ട്. അടച്ച ഗേറ്റിന് അപ്പുറത്തെ ജൈന ശില്പങ്ങൾ പുറത്തുനിന്നും കാണാൻ കഴിയുന്നു. 9-ാം നൂറ്റാണ്ടിലെ ജൈന ദേവതകൾ പാർശ്വനാഥൻ, മഹാവീരൻ, ബാഹുബലി, ആദിനാഥൻ എന്നിവരുടെ വരികളും നിരകളും ശില്പങ്ങളുടെ കൃത്യമായ അളവുകളും എന്നെ ഏറെ അതിശയിപ്പിച്ചു. പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഈ ആലിന്റെ തണലിൽ കുറച്ചു സമയം വിശ്രമിച്ചിട്ടാവാം അടുത്ത യാത്ര എന്ന് കരുതി. ഇവിടുന്ന് നേരെ മുകളിൽ മറ്റൊരു പ്രാചീന ക്ഷേത്രത്തിലേക്ക് പോകുവാൻ പടിക്കെട്ടുകൾ കണ്ടു. തൽക്കാലം അതിന് ശ്രമിച്ചില്ല. ഇതിനരികിലൂടെ ഒരു വഴി കണ്ടു. ഏതു നിമിഷവും താഴെ വീഴാം എന്ന രീതിയിൽ നിൽക്കുന്ന ഈ പാറയുടെ അടിയിലൂടെയാണ് പോകുന്നത്. ദൂരെയുള്ള കാറ്റാടി യന്ത്രങ്ങൾ ഇവിടെ നിന്നും കാണാം. ഇവിടുത്തെ കനത്ത ചൂടിലും 2 പാറയുടെ ഇടയിൽ ചെറിയൊരു കുളം പോലെ കണ്ടു. ഇതിനെന്തെങ്കിലും ചരിത്രമുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ കനത്ത മഴയാണ് ഈ സമയം. അധികമൊന്നും ഞാൻ മുന്നോട്ട് നടന്നില്ല, കാരണം കരുതിയിരുന്ന കുടിവെള്ളം തീർന്നു. ഒരു വലിയൊരു മരം ഇവിടെ കടപുഴുകി വീണിട്ടുണ്ട്. ഒരുപക്ഷെ ശക്തമായ കാറ്റിൽ വീണതാവാം. എൻ്റെ കൂടെ വന്ന എൻ്റെ ഭാര്യയും മകനും താഴെ കാത്തു നിൽക്കുകയാണ്. അതുകൊണ്ട് മുകളിലേക്കുള്ള യാത്ര തൽക്കാലം ഞാൻ ഒഴിവാക്കി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്ര ശേഷിപ്പുകളോട് എനിക്കൊരു ഭ്രാന്തമായ താല്പര്യമാണുള്ളത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ തേടിപ്പിടിച്ച് യാത്ര ചെയ്യുന്നത്. എന്നെപ്പോലെ, അല്ലെങ്കിൽ എൻ്റെ ചിന്തകൾ പോലെ ഉള്ളവർ നിങ്ങളിലും ഉണ്ടാകാം. അവർക്ക് ഈ യാത്രകൾ പ്രചോദനമാകുമെന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള ചരിത്ര ശേഷിപ്പുകൾ ഒരുപക്ഷെ നിങ്ങളുടെ നാട്ടിലും ഉണ്ടാകാം. ഉണ്ടെങ്കിൽ അഭിപ്രായം കമൻസിൽ അറിയിക്കുക. ഞങ്ങൾ താഴെ നിന്നും മുകളിലേക്ക് വന്നപ്പോൾ വലതേക്ക് ജൈൻ ദർശനം എന്നൊരു സൂചനാ ബോർഡ് കണ്ടു. ആ വഴിയിലൂടെയാണ് ഞാൻ തിരിച്ചിറങ്ങുന്നത്. കഴുകുമലയിലെയും തെക്കൻ എല്ലോറ എന്ന വെട്ടുവൻ കോവിലിലെയും കാഴ്ചകളും വിവരണങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻസും നൽകുക. വീണ്ടും പുതിയ ചരിത്രശേഷിപ്പുമായി വരുന്നതാണ്.